പടം കണ്ടതിൻ്റെ ത്രില്ലിലാണ് ഞാൻ ഇപ്പം. ത്രില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര. പക്ഷേ ഞാനൊരു RDX പോലെ പ്രതീക്ഷ ഇല്ലാതെ വന്ന ഒരു പടമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിലേറെ പ്രതീക്ഷ എനിക്ക് കിട്ടി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിരിക്കാൻ, ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനുമുണ്ട്, നമുക്ക് കരയാനുമുണ്ട്. പിന്നെ അതിനെക്കാട്ടി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കല്യാണം കഴിഞ്ഞതാണ്. ബാബുരാജിൻ്റെ വൻ തിരിച്ചു വരും. പ്രാപം ബാബുരാജിനും ഭയങ്കര പ്രാപം. അതിനുവേണ്ടി കൂട്ടിരിക്കണം മോനും. സത്യം പറയും, ഇതണക്ക് ഒരു അച്ഛനും മോനും. എനിക്ക് 2 മക്കളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മോനെ ഇതണക്കാവും. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞ് വേറെ പെണ്ണിൻ്റെ ബാക്കേ പോകുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ സിസിലി ആയിരിക്കണമെന്നേ ഉള്ളൂ ഈ പടത്തിൽ. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ പടത്തിൻ്റെ ഭയങ്കരമായിട്ട് ത്രില്ലായിട്ട് കൊണ്ടുവന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെയിൻ ടോജ് ചാക്ക ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സ്വവർഗ അനുരാഗിയാണ്. ആ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. വേറെ ലെവലാണ്. പക്ഷേ ഇത്രയും നല്ല വലിയ ക്യാരക്ടർ കാര്യങ്ങൾ ചെയ്യുന്ന, ഇത്രയും നല്ല വേഷങ്ങൾ ചെയ്യുന്ന ഷെയിൻ ടോജ് ചാക്ക വന്ന് ഈ ഒരു സ്വവർഗ അനുരാഗിയുടെ ആ ഒരു സംഭവം, പക്ഷേ എല്ലാ നടന്മാരും ചെയ്തിട്ടുണ്ട്. സ്വവർഗ അനുരാഗി എന്നുള്ളത് അത് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ പുള്ളി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമുക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളി നല്ല ഒറിജിനലായിട്ട് നമുക്കത് കാണിച്ചു തന്നിരിക്കണം. കാരണം വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് തന്നെ ഒരു കിസ്സിങ് തന്നെ ചെയ്ത് പുള്ളി കാണിച്ചു തന്നെ. അത് എനിക്ക് ഒരു നടന്മാരും ചെയ്തില്ല. അത് ചെയ്ത് ഈ സമൂഹത്തിൽ കാണിച്ച ഷെയിൻ ടോജ് ചാക്കനെ സത്യം പറഞ്ഞാൽ ഞാൻ തൊഴുത് പറയുകയാണ്. നല്ലൊരു മഹാനടനാണ്, നല്ലൊരു നടൻ. പിന്നെ നമ്മുടെ ഷെയിന് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ പുള്ളി കൊച്ചു പയ്യന്മാരെല്ലാം വന്ന് പടങ്ങൾ വന്ന് ഹിറ്റടിക്കണം. മലയാളത്തിൽ വന്ന് കൊച്ചു പയ്യന്മാരെ പടമാണ് പ്രാമിൽ പോലെ കയറുന്ന ഹിറ്റടിക്കുന്ന കൊച്ചു പയ്യന്മാരെ പടങ്ങളാണ്. അതിന് ഷെയിനിന് ഞാൻ ഒന്നും പറയാനില്ല. അടിപൊളി മച്ചാനെ, പൊളിയായിട്ടുണ്ട്. അളിയൻ്റെ പടം പൊളിയാണ്. ഞാൻ പ്രതീക്ഷയില്ലാതെ വന്നതിന് അളിയ എനിക്ക് വലിയ പ്രതീക്ഷ തന്നു. പിന്നെ ബാബുരാജിൻ്റെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആദ്യം തൊട്ട് അവസാനം വരെയും നമ്മൾ ചിരിക്കാനേ ഉള്ളു പടം. എല്ലാം അടിപൊളിയാണ്. പിന്നെ നായികയായിരുന്നാലും കട്ടക്കി. പിന്നെ ഈ മലയാള സിനിമയിൽ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേമത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമില്ലല്ലോ. പ്രേമത്തിന് പ്രായമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അത് പുതുമയായിട്ട് ഉള്ളൊരു കാര്യമാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിലേ പടമൊക്കെ ഓടുള്ളൂ. കാര്യം ഇപ്പോഴത്തെ തലമുറകൾക്ക് അത് വേണം. ഇത് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ പെണ്ണിനെ പറ്റിച്ച് ഞാനിപ്പോൾ പ്രാപിക്കുമെന്ന്. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞ് സിസിലി വേണമെന്ന്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വന്ന് ഈ പടം കാണണം. പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. കണ്ടു തന്നെ മനസ്സിലാക്കണം. നമുക്കിതിനെ നെഗറ്റീവായിട്ട് പറയാനായിട്ട് നമുക്കൊന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്. ഷെയിൻ ടോജ് ചാക്ക സൂപ്പറായിരുന്നു. വളരെ നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു നടന്മാരും ചെയ്യാത്ത ഒരു ക്യാരക്ടർ ആ പുള്ളി ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്.